വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൊടവണ്ണക്കടവിന് താഴേക്കാലിന് പരിക്കേറ്റ് അവശനിലയിലായ മോഴയാനയ്ക്ക് വനംവകുപ്പ് ചികിത്സയും ഭക്ഷണവും നൽകില്ലെന്ന് നിലമ്പൂർ പരിസ്ഥിതി സമിതി. 9 വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ 36 വയസ്സുകാരനെ 12 വർഷം തടവിനും 25,000 രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ച് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേക സമ്മതിദായകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയായ വീട്ടിൽ നിന്ന് വോട്ടിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. 85 വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് വീട്ടിൽ നിന്ന് വോട്ട് സേവനം ലഭിക്കുക. സ്വർണം വില വീണ്ടും റെക്കോർഡ് കുതിപ്പിൽ. ചൊവ്വാഴ്ച പവന്റെ വില 720 രൂപ കൂടി 54,360 രൂപയിലെത്തി. ഗ്രാമിന്റെ വിലയാകട്ടെ 90 രൂപ വർദ്ധിച്ച് 6,795 രൂപയുമായി. മരമുറി നടന്ന തോട്ടത്തിലെ ചപ്പുചവറുകൾ കത്തിക്കുന്നതിനിടെ പൊള്ളലേറ്റ് 65കാരൻ മരിച്ചു. മൂത്തേടം കാരപ്പുറം ബാലംകുളത്തെ മുണ്ടമ്പ്ര ഷൗക്കത്തലിയാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. വാർത്തകൾ വിശദമായി. മൊടവണ്ണക്കടവിന് താഴെ കാലിനു പരിക്കേറ്റ് അവശനിലയിലായ മോഴയാനയ്ക്ക് വനം വകുപ്പ് ചികിത്സയും ഭക്ഷണവും നൽകുന്നില്ലെന്ന് നിലമ്പൂർ പരിസ്ഥിതി സമിതി ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 150ലേറെ കാട്ടാനകളാണ് നിലമ്പൂർ താഴ്വരയിൽ മനുഷ്യന്റെ ഇടപെടലുകളാൽ കൊല്ലപ്പെട്ടത്. എന്നാൽ ഇതെല്ലാം അണുബാധയായി രേഖയുണ്ടാക്കി കേസെടുക്കാതെ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. വനാതിർത്തികളിൽ മൂർച്ചയുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതാണ് വന്യജീവികൾക്ക് മാരക പരിക്കിന് കാരണമാവുന്നത്. എന്നാൽ പലതരത്തിലുള്ള ഒത്തുകളികൾ കൊണ്ട് വന്യജീവി കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നത് അപൂർവമാണ്. വനം കേസിൽ പ്രതിയെ പിടിച്ചാൽ പിടിച്ച ഉദ്യോഗസ്ഥന്റെ സ്വന്തം ചെലവിൽ പ്രതിയെ മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കും. എന്നാൽ നിയമത്തിന്റെ പഴുതുകളിലൂടെ പ്രതികൾ ശിക്ഷിക്കപ്പെടാത്തത് വനപാലകരെ കേസെടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതായി പരിസ്ഥിതി സമിതി കുറ്റപ്പെടുത്തി. 9 വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ 36 വയസ്സുകാരനെ 12 വർഷം തടവിനും 25,000 രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ച് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. എടക്കര പാലേമാട് സ്വദേശി ഷാനവാസിനാണ് ജഡ്ജ് KP ജോയി ശിക്ഷ വിധിച്ചത്. 9 വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ 36 വയസ്സുകാരനെ 12 വർഷം തടവിനും 25,000 രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ച് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. എടക്കര പാലേമാട് സ്വദേശി ഷാനവാസിനാണ് ജഡ്ജ് KP ജോയ് ശിക്ഷ വിധിച്ചത്. 12 വയസ്സിൽ താഴെ പ്രായമുള്ള അതിജീവിതയെ ലൈംഗികമായി പീഡിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടെ പ്രതി അതിജീവിത താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിൽ അതിക്രമിച്ചു കയറി ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ സംഭവത്തിൽ എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനാണ് പ്രതിക്ക് 12 വർഷം സാധാരണ തടവിനും 25,000 രൂപ പിഴ അടയ്ക്കുന്നതിനും പിഴ അടച്ചില്ലെങ്കിൽ 7 മാസം സാധാരണ തടവിനും ശിക്ഷ വിധിച്ചത്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. എടക്കര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന രാമദാസൻ MK ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം K ഫ്രാൻസിസ് ഹാജരായി. പ്രോസിക്യൂഷന് വേണ്ടി 12 സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും 12 രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ്. പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിബ PC പ്രോസിക്യൂഷനെ സഹായിച്ചു. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേക സമ്മതിദായകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയായ വീട്ടിൽ നിന്നും വോട്ട് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. 85 വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് വീട്ടിൽ നിന്ന് വോട്ട് സേവനം ലഭിക്കുക. BLOമാർ മുഖേന 12D ഫോമിൽ മുൻകൂട്ടി അപേക്ഷ സമർപ്പിച്ചവരാണിവർ. ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിലായി 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 9,044 പേരും ഭിന്നശേഷിക്കാരായ 4,172 പേരും അടക്കം ആകെ 13,216 പേരാണ് വീട്ടിൽ നിന്നും വോട്ട് സേവനം ഉപയോഗപ്പെടുത്തുന്നത്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരടങ്ങുന്ന 156 ടീമുകളെയാണ് വീട്ടിൽ നിന്നും വോട്ടിനായി നിയോഗിച്ചിട്ടുള്ളത്. 2 പോളിംഗ് ഉദ്യോഗസ്ഥർ, ഒരു മൈക്രോ ഒബ്സർവർ, വീഡിയോഗ്രാഫർ, ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നിവരാണ് ഒരു ടീമിലുള്ളത്. ആവശ്യമെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരും സംഘത്തെ അനുഗമിക്കും.
വോട്ടിംഗ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്ഥാനാർത്ഥികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും സംഘത്തോടൊപ്പം നിന്ന് നടപടിക്രമങ്ങൾ വീക്ഷിക്കാനാകും. ഏപ്രിൽ 24 വരെയാണ് വീട്ടിൽ നിന്നും വോട്ട് പ്രക്രിയ ഉണ്ടാവുക. വോട്ടിങ്ങിനായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്ന തീയതിയും സമയവും മുൻകൂട്ടി SMS വഴിയും ഇതിന് സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേനയും വോട്ടർമാരെ അറിയിക്കും. ഈ സമയം വോട്ടർ വീട്ടിലില്ലാത്ത സാഹചര്യം ഉണ്ടായാൽ മറ്റൊരു ദിവസം കൂടി അവസരം നൽകും. സ്വർണം വില വീണ്ടും റെക്കോർഡ് കുതിപ്പിൽ. ചൊവ്വാഴ്ച പവന്റെ വില 720 രൂപ കൂടി 54,360 രൂപയിലെത്തി. ഗ്രാമിന്റെ വിലയാകട്ടെ 90 രൂപ വർദ്ധിച്ച് 6,795 രൂപയുമായി. 53,640 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം പവന്റെ വില. ഇതോടെ 2 മാസത്തിനുള്ളിൽ 8,000 രൂപയിലേറെയാണ് വർധനവുണ്ടായത്. നിലവിലെ വിലയ്ക്ക് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ 5% എന്ന കുറഞ്ഞ പണിക്കൂലിയും GSTയും പ്രകാരം 59,000 രൂപയെങ്കിലും നൽകേണ്ടി വരും. പശ്ചിമേഷ്യയിലെ സംഘർഷവും ഡോളറിന്റെ കുതിപ്പും ഒക്കെയാണ് സ്വർണ്ണവിലയിലെ വർധനവിന് പിന്നിൽ. രാജ്യത്തെ കമോഡിറ്റി വിപണിയായ MCX-ൽ 10 ഗ്രാം 24 കാരറ്റ് സ്വർണത്തിന്റെ വില 73,169 രൂപയായി. ആഗോള വിപണിയിലാകട്ടെ ഒരു ട്രോയ് ഔൺസിന് $2,380 നിലവാരത്തിലുമാണ്. മരം മുറി നടന്ന തോട്ടത്തിലെ ചപ്പുചവറുകൾ കത്തിക്കുന്നതിനിടെ പൊള്ളലേറ്റ് 65കാരൻ മരിച്ചു. മൂത്തേടം കാരപ്പുറം ബാലംകുളത്തെ മുണ്ണമ്പ്ര ഷൗക്കത്ത് അലിയാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. കാരപ്പുറം വെട്ടിലങ്ങാടി ശ്മശാനത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ വെച്ചാണ് അപകടം. അടുത്തിടെ മുറിച്ചിട്ട മരങ്ങളുടെ ഇലകളും കമ്പുകളും അടിച്ചുകൂട്ടി കത്തിക്കുന്നതിനിടെ ഷൗക്കത്ത് അലി തീയിലേക്ക് കുഴഞ്ഞു വീണതാണ് അപകടത്തിന് കാരണമെന്ന് കരുതുന്നു. കൂടെയുള്ള തൊഴിലാളികൾ അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരെത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. നിലമ്പൂരിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്. എടക്കര പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അപ്പുറത്തെ പറമ്പിലേക്ക് തീ പടരാതിരിക്കാനുള്ള തീക്കടി ഒരുക്കാതെ തീ കത്തിച്ചതാണ് പെരുപ്പാറ വെട്ടിലങ്ങാടിയിൽ റബ്ബർ തോട്ടത്തിലേക്ക് തീ പടരാനിടയാക്കിയത്. പെട്ടെന്നുണ്ടായ കാറ്റും ഒരാളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് ആക്കം കൂട്ടി. പൊതു ശ്മശാനത്തിന് സമീപമുള്ള റബ്ബർ മരങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മുറിച്ചു മാറ്റിയിരുന്നു. ഇതിലെ ഇലയും ചുള്ളിക്കമ്പുകളും ഉൾപ്പെടെയുള്ള കരിഞ്ഞുണങ്ങിയ മരാവശിഷ്ടങ്ങൾ കത്തിച്ചു കളയുന്നതിനിടെയാണ് സമീപത്തെ തോട്ടത്തിലേക്ക് തീ പടർന്നത്. കർണാടക സ്വദേശികളായിരുന്നു ഈ പണി ചെയ്തിരുന്നത്. കൃത്യമായി തീക്കടി നിർമ്മാണം നടത്തിയിരുന്നുവെങ്കിൽ തീ സമീപത്തെ തോട്ടത്തിലേക്ക് പടലില്ലായിരുന്നുവെന്നും പറയുന്നു. സംഭവം നടക്കുമ്പോൾ ചെറിയ രീതിയിലുണ്ടായ കാറ്റും തീ സമീപത്തെ റബ്ബർ തൈകളുള്ള കുറ്റിക്കാടുകൾ നിറഞ്ഞ ഭൂമിയിലേക്ക് പടരുവാൻ കാരണമായി. തീ അണയ്ക്കുവാനായി ഓടിയെത്തിയ ചീനിക്കുന്ന് മുണ്ടബ്ര ഷൗക്കത്താണ് തീ കെടുത്തുന്നതിനിടെ തീയിലേക്ക് കാൽ തെറ്റി വീണ് പൊള്ളലേറ്റ് മരിച്ചത്. ഇദ്ദേഹം വീണത് കണ്ടെങ്കിലും കാറ്റിൽ തീ ആളിക്കത്തിയതിനാൽ ഒപ്പമുണ്ടായിരുന്നവർക്കും രക്ഷിക്കാനായില്ല. ഒപ്പമുണ്ടായിരുന്ന ചിലർക്കും പൊള്ളലേറ്റു. വണ്ടൂരിൽ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു. മലപ്പുറം നടുവത്ത് സ്വദേശി ഹുദയാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. ഓട്ടോറിക്ഷയെ മറികടക്കാൻ ശ്രമിച്ച കാർ സ്കൂട്ടറിൽ ഇടിച്ചാണ് അപകടം. നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്നും യുവതിയും ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയും കുട്ടിയും റോഡിലേക്ക് വീണു. തുടർന്ന് പാണ്ടിക്കാട് നിന്നും നിലമ്പൂരിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ് റോഡിൽ വീണ യുവതിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങുകയായിരുന്നു. ഹുദ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയും കുട്ടിയും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംഭവത്തിൽ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. മലയോര കുടിയേറ്റ മണ്ണിന്റെ മനസ്സറിഞ്ഞ് ആനി രാജയുടെ പര്യടനം. വയനാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജയുടെ പര്യടനം തിങ്കളാഴ്ച കുടിയേറ്റ കർഷകരുടെ ഈറ്റില്ലമായ ചുങ്കത്ര പഞ്ചായത്തിൽ നിന്നാണ് ആരംഭിച്ചത്. രാവിലെ 8-ന് ചുങ്കത്തറ മാമ്പോലിൽ സ്ഥാനാർത്ഥി എത്തുമ്പോൾ 100 കണക്കിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് വരവേറ്റത്. പിന്നിട്ട 5 വർഷം മണ്ഡലത്തിന് അന്യമായ രാഹുൽ ഗാന്ധിയെ MP ആയി ഇനി നമ്മുടെ നാടിന് വേണ്ടെന്ന പ്രഖ്യാപനം. ഒരിടത്തും ഒരിക്കൽ പോലും വരാത്ത MP വികസനത്തോടും മുഖം തിരിച്ചു. ഭൂരിപക്ഷം പഞ്ചായത്തിലും 5 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും MP വന്നിട്ടില്ല. വികസന പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കുവാനും തയ്യാറായില്ല. പ്രളയവും കോവിഡും കാട്ടുമൃഗശല്യത്തിലും ഉൾപ്പെടെ ഒന്നിലും MP-യെ കണ്ടില്ല. എടക്കര പാതിരിപ്പാടം, പോത്തുകല്ല്, ഭൂദാനം, ചെമ്പക്കൊല്ലി, പള്ളിപ്പടി, വെസ്റ്റ് പെരുങ്കുളം, നാരോക്കാവ്, കബ്ലക്കല്ല്, തോരംകുന്ന്, മണിമൂളി 2-ാം പാടം, നെല്ലിക്കുത്ത്, വട്ടപ്പാടം, ചുള്ളിയോട്, കൂറ്റമ്പാറ, മുതുകാട്, രാമംകുത്ത്, പാടിക്കുന്ന്, ജവഹർ കോളനി, തോട്ടപ്പൊയിൽ, മയ്യന്താനി സ്വീകരണ ശേഷം കളംകുന്നിൽ സമാപിച്ചു. ഒരു തിരുത്തം വരുത്തണം. അങ്ങനെ തിരുത്തം വരുത്തേണ്ട ഇടം
കേരള നിയമസഭയല്ല, ഇന്ത്യൻ പാർലമെന്റ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ ഇന്ത്യൻ പാർലമെന്റിൽ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിനൊരു ശാശ്വത പരിഹാരമായ നിയമ ഭേദഗതിക്ക് ഏതൊക്കെ വഴികളിലൂടെ പോകണോ, എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്തുകൊണ്ട് അതിന് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ നിയമ ഭേദഗതി കൊണ്ടുവരാൻ കഴിയുമെന്ന എന്റെ ആത്മവിശ്വാസം അത് ഞാൻ നിങ്ങൾക്ക് കൂടി പകർന്നു തരികയാണ്. ഏതറ്റം വരെയും പോയി അക്കാര്യം സാധിച്ചെടുക്കും നമ്മൾ ഒരുമിച്ച് നിന്നാൽ എന്നുള്ള ആ ആത്മവിശ്വാസമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പലയിടത്തും ചുട്ടുപൊള്ളുന്ന വെയിലിനെ അവഗണിച്ച് സ്ത്രീകളും കുട്ടികളും വൃദ്ധരും എല്ലാം സ്ഥാനാർത്ഥിയെ വരവേൽക്കുവാൻ സ്വീകരണ കേന്ദ്രങ്ങളിലെത്തി. വഴിക്കടവ് കബ്ലക്കല്ലിൽ കിണറ്റിൽ വീണ് മരണപ്പെട്ട തൊഴിലാളിയുടെ കുടുംബത്തെയും മൂത്തേടം നെല്ലിക്കുത്തിൽ മരണപ്പെട്ട 10 വയസ്സുകാരന്റെ കുടുംബത്തെയും സ്ഥാനാർത്ഥി സന്ദർശിച്ച് കുടുംബത്തെ ആശ്വസിപ്പിച്ചു. PV അൻവർ MLA, വൈക്കം MLA, CK ആശ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ CPIM മണ്ഡലം സെക്രട്ടറി ജോർജ് കെ ആന്റണി, LDF ഇലക്ഷൻ മണ്ഡലം കൺവീനർ PM ബഷീർ, CPIM എടക്കര ഏരിയ സെക്രട്ടറി D രവീന്ദ്രൻ, നിലമ്പൂർ ഏരിയ സെക്രട്ടറി E പത്മാക്ഷൻ, LDF നേതാക്കളായ P സഹീർ, AT റെജി, K മനോജ്, P മോഹനൻ, A അനസ്, M മുജീബ് റഹ്മാൻ, J രാധാകൃഷ്ണൻ, അരുൺ ദാസ്, EA മാർക്കോസ് എന്നിവർ സംസാരിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനായി മലപ്പുറം ജില്ലയിലെ 16 നിയോജക മണ്ഡലങ്ങളിലേക്കായി അനുവദിച്ച വോട്ടിംഗ് യന്ത്രങ്ങളുടെ 2ാം ഘട്ട റാൻഡമൈസേഷൻ ഇന്ന് നടക്കും. ബാലറ്റ് യൂണിറ്റുകൾ, കൺട്രോൾ യൂണിറ്റുകൾ, VVPAT എന്നിവ ഓരോ പോളിംഗ് ബൂത്തിലേക്കും സോഫ്റ്റ്വെയർ വഴി അനുവദിക്കുന്ന പ്രക്രിയയാണ് 2ാം ഘട്ട റാൻഡമൈസേഷൻ. ബന്ധപ്പെട്ട ഉപവരണാധികാരികളുടെ നേതൃത്വത്തിലാണ് പ്രക്രിയ. നിലവിൽ ഓരോ നിയോജക മണ്ഡലത്തിന്റെയും വിതരണ കേന്ദ്രങ്ങളിലാണ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഏപ്രിൽ 19, 20 തീയതികളിലായി വോട്ടിംഗ് മെഷീനുകളിൽ കമ്മീഷനിംഗ് നടക്കും. സ്ഥാനാർത്ഥികളുടെ പേരും ഫോട്ടോയും ചിഹ്നവും അടങ്ങുന്ന ബാലറ്റ് പേപ്പർ യന്ത്രങ്ങളിൽ ക്രമീകരിക്കുന്ന പ്രക്രിയയാണിത്. 25-ന് പോളിംഗ് സാമഗ്രികളുടെ വിതരണവും നടക്കും. ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദിന്റെ നേതൃത്വത്തിൽ പ്രധാന വകുപ്പ് മേധാവികളുടെയും വിവിധ നോഡൽ ഓഫീസർമാരുടെയും യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. കുറ്റമറ്റ രീതിയിൽ പ്രവർത്തനങ്ങളുടെ ഏകോപനം ഉറപ്പാക്കുവാൻ കളക്ടർ നിർദ്ദേശം നൽകി. യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി S ശശിധരൻ, പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി, തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ്, പൊന്നാനി വരണാധികാരി ADM K മണികണ്ഠൻ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ S ബിന്ദു, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ, നോഡൽ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.